ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ ഫുള്ള് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് രേണു സുധി പുള്ളിക്കാരത്തിയുടെ ഒരു സാഡ് ന്യൂസാണ്. ആള് ക്യാൻസർ തേർഡ് സ്റ്റേജ് എന്തോ റണ്ണിങ് എന്നുള്ള രീതിയിലൊരു റോമറായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നെങ്കിൽ കൂടി ഇപ്പം കൺഫേം എന്ന രീതിയിൽ പുള്ളിക്കാരത്തി അനൗൺസ് ചെയ്തു തേർഡ് സ്റ്റേജ് ഓഫ് ബ്രെസ്റ്റ് ക്യാൻസർ എന്നാണ് പറയുന്നത്. സത്യസന്ധമായി പറഞ്ഞാൽ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ്. അറിയാലോ, സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരത്തീനെ ട്രോളാത്തതും അതുപോലെ നെഗറ്റീവ് കമൻസ് ഇടാത്ത ആൾക്കാർ വളരെ വിരളമെന്ന് പറയാം. അതിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് എങ്കിൽ കൂടി ഈ പറയുന്ന ട്രോളന്മാരുടെ ഒരു സ്ഥിരം കണ്ടൻറ്റ് മേക്കറായിരുന്നു ഈ രേണുസുധി എന്ന് പറയുന്ന വ്യക്തി. ആൾ അത്യാവശ്യം സ്ട്രഗിളിലൂടെ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആൾ പറയുന്നത് ഒരു ഏജ് ഓഫ് 50 ആൾ ഏതോ ഒരു മുഴ വന്നു, അതിന് ബേസ് ചെയ്തിട്ട് ആൾ തിരിച്ചറിഞ്ഞു സംഭവം ബ്രസ്റ്റ് ക്യാൻസർ എന്നല്ല. പക്ഷെ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല, നിസ്സാരവൽക്കരിച്ച് പോയി എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ റിയൽ ഡിസീസ് കൺഫേം ചെയ്തെടുക്കുക. അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേ. അത് നമുക്കറിയില്ലല്ലോ ബോഡിയിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസോ ഡിസീസസോ ഒക്കെ ഉള്ളൂ എന്നുള്ള അറിയത്തില്ല. ക്യാൻസർ സെൽസ് ഇസ് ക്വൈറ്റ് കോമൺ ഫോർ ഓൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ. അപ്പം പക്ഷേ ഇത് തേർഡ് സ്റ്റേജ് എന്നുള്ളത് ശരിക്കും അതിന് ചുറ്റും ബാധിച്ചു എന്നുള്ളതാണ്. ഇവരത് ഫോർത്ത് സ്റ്റേജിലോട്ടൊക്കെ ആയാൽ നമ്മുടെ കിഡ്നി, അസ്ഥി, ഇതിലൊക്കെ ഈവൻ നമ്മുടെ ബ്രെയിൻ ഒക്കെ പ്രശ്നമാകുന്ന രീതിയിൽ ആകും. അപ്പോൾ ആ ലെവൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ തേർഡ് ലെവലാണെങ്കിലും കീമോയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് നമുക്കറിയാൻ പറ്റുന്നത്. സോ ബെറ്ററായിട്ട് ഹെൽത്തി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഈ നെഗറ്റീവ് വീഡിയോസും നെഗറ്റീവ് കണ്ടൻറ്റും ഷെയർ ചെയ്ത ആൾക്കാർക്കൊക്കെ ശരിക്കും ഇത് വല്ലാത്തൊരു വിഷമം ആകുന്ന ഒരു സ്റ്റേജാണ്. സോ എവ്രിബഡി പ്ലീസ് പ്രേ ഫോർ ഹർ. ആൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ആളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും. കാരണം ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്നത് ഓക്കെ ഫൈൻ, ആളുടെ ലൈഫ് എന്നുള്ളതൊക്കെ സെറ്റിൽഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. ആളുടെ ലൈഫ് വേണം, അതിനോടൊപ്പം ഒരു കുട്ടിയുണ്ട്, ഒരു കൊച്ചു, എനിക്ക് തോന്നുന്നു 4 അത്രയും കണ്ട് ഇയർ ഓൾഡ് ആയിട്ടുള്ളൊരു ബേബി ബോയ് ഉണ്ട്. അപ്പോൾ ആളുടെ ലൈഫ് ഫ്യൂച്ചറൊക്കെ ഈ ഒരു ലേഡീനെ ഡിപ്പെൻഡ് ചെയ്ത് ആളുടെ സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം പിന്നെ വേറെ ആരും ഇല്ലല്ലോ. അച്ഛനും അമ്മയും അത്രയും അത് രേണുസുധിയുടെ അച്ഛനും അമ്മയും അത്രയും ഫിനാൻഷ്യലി സൗണ്ട് അല്ല എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെയാണ് ഈ പുള്ളിക്കാരത്തിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ആൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്നുള്ളത് ആണ്. സോ എവ്രിബഡി ഷുഡ് പ്രേ ഫോർ ഹർ. ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രയർ പുള്ളിക്കാരത്തിക്കുണ്ട് ഫ്രം മൈ ബോട്ടം ഓഫ് ഹേർട്ട്. ബിക്കോസ് ഞാനും ചെയ്തിട്ടുണ്ട് കുറച്ച് വീഡിയോസ്, നെഗറ്റീവായിട്ടല്ല, നമുക്ക് കിട്ടണ കാണുന്ന കാര്യങ്ങളെ ഒരു അഭിപ്രായം എന്നുള്ള ഒപ്പീനിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നെഗറ്റീവ് വൈബൊന്നുമല്ല, എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അതിൽ ചിലപ്പോൾ നെഗറ്റീവ് ചെറിയ സ്പ്ലാഷായിട്ട് വന്നതാണ്, പക്ഷേ എങ്കിൽ കൂടി സോ ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. എങ്കിലും നമുക്ക് ആളുടെ വീഡിയോസ് ആയാലും സബ്സ്ക്രിപ്ഷൻസ് ആയാലും നമ്മൾ കൂടെ സപ്പോർട്ട് ചെയ്ത് അത് മാക്സിമം റീച്ച് എത്തി അതിൽ നിന്നുള്ള പേയ്മെൻറ്റ്സുകളൊക്കെ ആളുടെ ചികിത്സാ ചെലവിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ സാധിക്കട്ടെ എന്നുള്ളത് ആണ്. നമുക്കിപ്പം ഈ കാണുന്ന ഓരോ വ്യൂവേഴ്സും എൻ്റെ വീഡിയോസൊന്നും അധികം ആരും കാണില്ലെങ്കിൽ കൂടി കാണുന്നവരൊക്കെ ആളുടെ വീഡിയോസ് പോയി ലൈക്ക് ചെയ്യുകയും ഇൻസ്റ്റാഗ്രാംസൊക്കെ ഫോളോ ചെയ്യും, സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എന്തെങ്കിലുമൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും ഡൊണേറ്റൊക്കെ ചെയ്തിട്ട് ആളെ കൊണ്ടുവരാം തിരിച്ചു ലൈഫിലേക്കൊരു ഓൾറെഡി സക്സസ്ഫുള്ളാണ്, സക്സസ്ഫുൾ ആവണമെന്നല്ല, പക്ഷേ ഈ പറയുന്ന ജീവൻ എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും മെയിൻ. അപ്പോൾ അത് പോകും എന്നുള്ള സ്റ്റേജിലേക്ക് ഒരു മുന്നറിയിപ്പ് നമ്മുടെ ഗോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എവ്രിബഡി ഷുഡ് വർക്ക് ഓവർ ദ. പ്ലീസ് ടേക്ക് കെയർ. ഓക്കെ, രേണുസുധി മാഡം, താങ്ക് യു ഫോർ യുവർ ഓൾ സപ്പോർട്ട്. മേഡം എന്നൊക്കെ വിളിക്കുന്നത് തമാശക്കല്ല, ജസ്റ്റ് സീരിയസ് ആയിട്ട്. കാരണം ആളുടെ വീഡിയോസ് വഴിയാണ് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം റീച്ചസ് ഒക്കെ കിട്ടി തുടങ്ങിയതും. എനിക്ക് തോന്നുന്നു എൻ്റെ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ കൂടിയത് ആളുടെ വീഡിയോസ് വഴിയാണ്. സോ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. വെരി സൂൺ കം വിത്ത് ഗ്രേറ്റ് ഹെൽത്ത് ആൻഡ് ഓക്കെ, ഗോഡ് ബ്ലെസ്.